നമ്മൾ നോക്കാമെന്നുള്ളത് ഒരു 13 ആണ് കേട്ടോ. 13 ഡെഡ് വന്നെങ്കിൽ എല്ലാം കോമൺ എല്ലാം ചെയ്യേണ്ട ഒരേപോലെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഡെഡ് സെറ്റ് ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും നമ്മൾ ചെക്കിങ് മെത്തേഡ് പ്രൈമറി സെക്കൻഡറി എല്ലാം സെയിം തന്നെയാണ്. സെക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഇത് ഫോൺ ഡെഡ് അതാണ്ടില്ലേ, കണ്ടീഷൻ കണ്ടല്ലോ, ഫുള്ള് പൊടിയായിട്ടുള്ളൊരു സെറ്റാണ്. അയച്ചു നോക്കിയാലും അറിയാം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഡിസ്പ്ലേ എല്ലാം പോയതെന്ന് തോന്നുന്നു, കാണുന്നില്ലേ. നമുക്കിത് ആദ്യം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോൾ ഐഫോൺ ചെയ്യേണ്ട, ഐഫോൺ എപ്പോൾ ഇവിടെ 2 ബോട്ടം സ്ക്രൂ ഉണ്ടാവും. നമ്മളിത് സെറ്റ് ചെയ്തത് എക്സസ് അല്ല, എക്സസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടില്ലേ 2 സ്ക്രൂ ഉണ്ടാവും. അത് ആദ്യം റിമൂവ് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഇതാ ഇതുപോലെ ഉണ്ടാവും ഐഫോണിൻ്റെ ഉള്ളിൽ. 530 ഞാൻ കാണിച്ചു തരാം പിന്നെ കേട്ടോ. ഇതാ ഇവിടെ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലേ, ഇവിടെ സ്ട്രിപ്പ് ഉണ്ട്. ഇത് 2 റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, ഷീൽഡ് റിമൂവ് ചെയ്യുക. ഇവിടെ ഷീൽഡ് ഉണ്ട്, ഇവിടെ ഷീൽഡ് ഉണ്ടാവും. ഫസ്റ്റ് അത് റിമൂവ് ചെയ്യാം കേട്ടോ. റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത് ഏത് ടൈപ്പ് സ്ക്രൂ ആണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് സ്ക്രൂ ഡ്രൈവറാണ് നമ്മൾ ഉപയോഗിക്കുന്നതിനുള്ളത് നോക്കണം കേട്ടോ. ഇതാ നോക്കിയാൽ ഏത് ടൈപ്പാണ്, ഫുൾ സ്റ്റാർ ആണോ നോക്കിയാൽ. ഫുൾ സ്റ്റാർ അല്ല, ഇത് 3 സ്റ്റാർ, ഇത് ഫുൾ സ്റ്റാർ. ഇപ്പുറത്തുള്ളത് 3 സ്റ്റാർ ഫുൾ സ്റ്റാർ. ഇത് ആദ്യം നോക്കിയിട്ട് വേണം തിരിക്കാൻ, അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ തിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ത്രെഡ് പോകും, പിന്നെ തയ്ക്കാൻ പറ്റിയില്ല, പിന്നെ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യേണ്ടി വരും. ആ കട്ട് ചെയ്തെടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേ എടുക്കാം, ഡിസ്പ്ലേ മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഡിസ്പ്ലേ ഉള്ളതൊന്നും ഇല്ല, ഫുള്ള് പോയ ഡിസ്പ്ലേ ആണ്, എന്നാലും മാറ്റി വെക്കാം. ഇതാണ് ബോർഡ്. ബോർഡിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ കണക്ടറും റിമൂവ് ചെയ്യുക കേട്ടോ. സ്ട്രിപ്പ് വേണ്ടില്ല, എല്ലാം കണക്ട് ചെയ്തിട്ടുള്ളത് റിമൂവ്. ഇതിൽ ആദ്യം റിമൂവ് ചെയ്യേണ്ടത് ബാറ്ററി കണക്ടറാണ്. എല്ലാം നഖം ഉപയോഗിച്ചിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ നോക്കാം. ഇത് റിമൂവ് ചെയ്യാൻ എത്ര സ്ക്രൂ ഉണ്ട് കണ്ട, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രൂ അയച്ചിട്ട് ചാടിയിട്ടുണ്ടോന്നല്ലോ. ഇതാ വേറെ സ്ക്രൂ ഉണ്ടാ, ഇല്ല. അതിവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു, അതില്ല ഇതിൽ. ഓക്കെ, അപ്പോൾ ആദ്യം ഷീൽഡ് മൊത്തം റിമൂവ് ചെയ്യുക, അതിനുശേഷം കണക്ടർ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കട്ടാവാണ്ട് റിമൂവ് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ചില ആൾ ചെയ്യുമ്പോൾ സ്ട്രിപ്പ് കട്ടാവലുണ്ട്, പിന്നെ ഡബിൾ പണിയാവും. മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ചെയ്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ ടൂസറെല്ലാം ചില സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കും. ടൂസറോ അല്ലെങ്കിൽ മൈനസ് സ്ക്രൂ ഡ്രൈവർ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ മൈക്രോസ്കോപ്പ് നോക്കിയിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ക്ലിപ്പ് എടുക്കാൻ നോക്കാം. ഉണ്ടല്ലേ, മൈക്രോസ്കോപ്പ് നോക്കാണ്ട് കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും സാധനം കട്ടായി പോകും കേട്ടോ. ഇപ്പോൾ ഇത്ര സാധനം നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് എന്താ, സിം സ്ലോട്ട്. ഇത് ഇങ്ങനെ ശ്രദ്ധിച്ചോ, ഇതിൽ സിം റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, കാണുന്നുണ്ടോ, ബോർഡ് കാണുന്നുണ്ടോ, ബോർഡ് ഇതിനപ്പുറമുള്ള സിം ഉള്ളത് ഇപ്പുറമാണ്. ആ ബോർഡിൻ്റെ അകത്ത് എന്തില്ല, സിം സ്ലോട്ട് ഇല്ല. ബാക്കി വരുന്ന മോഡലിനകത്ത് സിം സ്ലോട്ട് എന്തിൽ വരുന്നുണ്ട്, ബോർഡിൽ വരും, ഇതിൽ ബോർഡിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി സ്ക്രൂ റിമൂവ് ചെയ്യുക, ബോർഡിലുള്ളത് മൈനസ് സ്ക്രൂ കേട്ടോ. ഇത് വേണ്ട, ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈനസ് സ്ക്രൂ ഉപയോഗിച്ചാൽ മതി. സ്ട്രിപ്പെല്ലാം റിമൂവ് അതിന് കൺഫേം ചെയ്യുക. വേറെ എവിടെയെങ്കിലും സ്ക്രൂ ഉണ്ടോ ഇല്ലേ എന്നുള്ളതും കൺഫേം ചെയ്യുക. ബോർഡ് ഇങ്ങനെ ഇളകി നോക്കിയാൽ അപ്പോൾ അണങ്ങുന്നുണ്ടോ ഇല്ലേന്ന് അത് കാണുന്നില്ലേ. അപ്പോൾ അവിടെ സ്ക്രൂ ഇല്ല. അതിനുശേഷം ബോർഡ് എന്ത് ചെയ്യുക, ഒരു സൈഡിൽ നിന്ന് പൊക്കാം. നിങ്ങൾക്ക് ഏത് സൈഡിൽ നിന്നാണോ റിമൂവ് ചെയ്യാൻ സുഖം ആ സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഉണ്ടല്ലോ, എന്താ സ്ട്രിപ്പെല്ലാം സൈഡിലോട്ടൊക്കെ ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ.
ഇതാണ് ബോർഡ്, 13-ൻ്റെ ബോർഡ് കേട്ടോ. ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടത്? ബോർഡ് നമ്മൾ റിമൂവ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ബാറ്ററി വോൾട്ടേജ് ഉണ്ടാക്കിയാണ്. എന്താണ് ബാറ്ററി വോൾട്ടേജ് ഒക്കെയാണ്. നമ്മളോട് നമ്മൾ ബോർഡ് റിമൂവ് ചെയ്ത് നമുക്ക് ഇത് ഡി സി ഓൺ ചെയ്യാൻ പറ്റുന്ന ഫോൺ. ഐഫോണിൻ്റെ ഏത് മോഡലും ഡി സി ഓണാണ്. അപ്പം ബാറ്ററി വോൾട്ടേജ് വെക്കേണ്ട ആവശ്യമില്ല, ഡി സി നോക്കിയാൽ മതി. മനസ്സിലായോ? ഇനി എന്താ ഡി സിയിൽ എന്താ ചെയ്യേണ്ടത്? ഷോർട്ട് ഉണ്ടോ ലീക്കേജ് ഉണ്ടോ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ മൾട്ടിമീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഡി സി പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയോ ഇതിൽ പോസിറ്റീവ് ആടിയാ നെഗറ്റീവ് ഏത് സൈഡാണെന്ന് അറിയോ? കണക്ടറിൽ. ഇപ്പം ഇത് ഐഫോൺ 13-ൻ്റെ കേബിളാണ്. ഈ 13-ൻ്റെ കേബിളിൻ്റെ അകത്ത് പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടില്ല, ഉണ്ടാ? പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യും? പോസിറ്റീവ് നെഗറ്റീവ് മാറി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഷോർട്ടായിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ എന്താ അറിഞ്ഞാൽ നമ്മളെ ഡി സി പവർ സപ്ലൈയിൽ നമ്മൾ ഞാൻ OVP OCP പറഞ്ഞ ഓർമ്മ വേണ്ട. OVP OCP അത് രണ്ടും ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഒരു പ്രശ്നം വരില്ല. മനസ്സിലാകുന്നുണ്ടോ? OVP OCP ഞാൻ സിസ്റ്റം കണക്ട് ചെയ്ത് കാണിച്ചു തരാം ഫോണിൽ. ഈ ഫോൺ അടയാളുള്ളത് ഓഫായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? OVP OCP എന്ത് ചെയ്യുക? ഓൺ ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക? സിസ്റ്റം കണക്ട് ചെയ്യുക. കേബിൾ കണക്ട് ചെയ്യുക കേട്ടോ. ഐഫോണിൽ എടുത്ത വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടോ? എന്താ ഉള്ളത്? 3.7 വോൾട്ടേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആംബിയർ ഇപ്പോൾ ആംബിയർ 3 ആംബിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതൊക്കെയാ? നോർമലാണ്. ലീക്കേജോ ഷോർട്ടോ ഒന്നുമില്ല, ഉണ്ടാ? ഇല്ല. ഞാനിത് തിരിച്ച് കണക്ട് ചെയ്യുമ്പോഴുള്ള അവസ്ഥ നോക്കാം. റിമൂവ് ചെയ്തിട്ട് തിരിച്ച് കണക്ട് ചെയ്യാം. ഇപ്പം എന്താ സംഭവിച്ചത്? ഡി സി ഓട്ടോമാറ്റിക് ഓഫായി. അതിന് കാരണം എന്താ? നമ്മൾ നെഗറ്റീവും പോസിറ്റീവും മാറിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? ഡി സി ഓട്ടോമാറ്റിക് ഓഫായി. എങ്ങനെ ഓഫാവും? നമ്മൾ OVP OCP ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്നുള്ള ഫോണിന് പ്രൊട്ടക്റ്റ് ചെയ്യും, രണ്ടാമത് ഡി സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അഥവാ നമ്മൾ ഇത് എടുക്കാണ്ട് ഈ സാധനം ഓൺ ചെയ്യാണ്ട് എന്താ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ നോക്കാം. ആംബിയർ ഫുൾ ആയിട്ട് എടുത്ത് കണ്ടില്ലേ, ഷോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ OCP ഓൺ ചെയ്യുക, OVP ഓൺ ചെയ്യുക. അതിന് ശേഷം ഓൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് സിസ്റ്റം എന്താ നോക്കിയാൽ ഓഫാണ്, ഓണാക്കാൻ പറ്റുന്നില്ല, അപ്പം തന്നെ ഓഫാണ്. കാരണം എന്താ? നമ്മൾ കണക്ട് ചെയ്തത് മാറി, പോസിറ്റീവ് നെഗറ്റീവ് മാറി. ഇപ്പോൾ ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നമാണ് എന്ത്? ചിലപ്പോൾ മാറി കണക്ട് ചെയ്യും, ഓർമ്മ ഉണ്ടാവില്ല. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് പകരം തിരിച്ച് കണക്ട് ചെയ്യും. ചിലപ്പോൾ നമ്മളെ വാങ്ങുന്ന കേബിളിൽ ചിലപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് ചെയ്യും? മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക? OCP OVP ഓൺ ചെയ്യുക, എന്നിട്ട് കണക്ട് ചെയ്യുക. ചെക്ക് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായാ? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത് ഇതായിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ നേരെ കറക്റ്റ് വെക്കുക. വെച്ചതിന് ശേഷം ഇത് എന്തെയില്ല, ഓഫ് ആവില്ല. ഇപ്പം ഇതിൻ്റെ അവസ്ഥ എന്താ? ഷോർട്ടില്ല, ലീക്കേജ് ഇല്ല, ഒന്നുമില്ല, നോർമലാണ്. ഇനി നമ്മൾ ഈ സെറ്റ് എന്ത് ചെയ്യണം? ഓൺ ചെയ്ത് നോക്കണം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയത്തുള്ളൂ. ഇപ്പോൾ ഉള്ള കണ്ടീഷൻ ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഫോണുള്ള ഫസ്റ്റത്തെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ വിത്തൗട്ട് പവർ പ്രസ് VBATO VCC VDD ബൂസ്റ്റ് ലൈൻ ഓക്കെയാണ്. കാരണം എന്തില്ല, ആ ലൈനിൽ ഷോർട്ടോ ലീക്കേജോ ഒന്നുമില്ല. ഇനി അടുത്ത കണ്ടീഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യണം. ആ കണ്ടീഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഒരു ഫോൺ വെട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് DC കണക്ട് ചെയ്യലാണ്. ഓക്കെ. അപ്പോൾ പ്രൈമറി ഷോർട്ടാണോ അല്ലേ എന്നുള്ളത് അറിയും. ഇപ്പോൾ പ്രൈമറിയിൽ ഒരു പ്രശ്നമില്ല, ഓക്കെ ആണല്ലോ, ഓക്കെ ആണ്, നോർമലാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? പവർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം എന്തായത്? ഞാൻ ഇതിലേക്കാണ് പവർ കൊടുത്തത്. ഒന്നും കൂടി കാണിച്ചു തരാം, ശ്രദ്ധിച്ചോ. ഇത് നോർമലായുള്ളത്, പ്രൈമറിയിൽ ഷോർട്ടോ ലീക്കേജോ ഒന്നും ഇല്ല. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇത് നാൻഡിൻ്റെ മേലെ ഗ്രൗണ്ട്, അത് ഇതിലേക്ക് ഷോർട്ട് ചെയ്ത് വോൾട്ടേജും ഗ്രൗണ്ടായിട്ടാണ് ഷോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കറക്റ്റ് നോക്കാം. എന്താ സംഭവിച്ചേ?
കാണുന്നില്ല, നേരെ കാണുന്നില്ല, ഒന്ന് സൂം ആയി. എന്താ സംഭവിച്ചേ? പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹൈ ആംബിയർ എടുത്ത്. അഗൈൻ ഒന്നും കൂടി ശ്രദ്ധിച്ചോ. രണ്ടായിരത്തിലോട്ടാ ജമ്പ് ചെയ്ത് അല്ല. ഇനി നമ്മളെന്താ പറയുന്ന സെക്കൻഡറി ഷോട്ട് എന്ന് പറയും. എവിടെയായിരിക്കും സെക്കൻഡറി ഷോട്ട് വരുന്ന അറിയോ? ഈ ബോർഡിൽ എവിടെ വേണമെങ്കിലും ആവാം. ഈ ബോർഡിൽ ഏത് പോയിന്റിൽ വേണമെങ്കിലും ആവാം. ഈ ബോർഡിൽ ഏത് പോയിന്റിൽ വേണമെങ്കിലും ഷോർട്ട് ആവാം. അപ്പം എങ്ങനെ കണ്ടുപിടിക്കും? നെക്സ്റ്റ് എന്താ സ്റ്റെപ്പ്? ഫോണ് ഓൺ ആവാതെക്കാനുള്ള കാരണം നമുക്ക് മനസ്സിലായി. കാരണം എന്താ? സെക്കൻഡറി ഷോർട്ട് ആയതുകൊണ്ടാണ് ഫോൺ ഓൺ ആവാതെ. ഓക്കെ ആണല്ലോ? അവിടെ ഇരുന്നാളാ ബുദ്ധിമുട്ടാണെങ്കിൽ ഇരുന്നു. ഇനി ഷോർട്ട് സെക്കൻഡറി എന്ന് പറയുമ്പോൾ പവർ ഐസിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നുള്ള ഏതോ ഒരു വോൾട്ടേജാണ് ഷോർട്ട്. ഏതായിരിക്കും പറയാൻ പറ്റുമോ? പവർ ഐസിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വോൾട്ടേജ് ഉണ്ട്. പവർ ഐസിൻ്റെ ഔട്ട് സി പി യുലോട്ടേക്ക് പോകുന്ന വോൾട്ടേജ് ഉണ്ട്, നാൻഡിലോട്ട് പോകുന്ന വോൾട്ടേജ് ഉണ്ട്, ചാർജിങ് ഐ സിയിലോട്ട് പോകുന്ന വോൾട്ടേജ് ഉണ്ട്, U2 ഐ സിയിലോട്ട് പോകുന്ന വോൾട്ടേജ് ഉണ്ട്, ടച്ച് ഐ സിയിലോട്ട് പോകുന്ന വോൾട്ടേജ് ഉണ്ട്, ഗ്രാഫിക് ഐ സിയിലോട്ട് പോകുന്ന വോൾട്ടേജ് ഉണ്ട്. ഇഷ്ടംപോലെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? പവർ ഐ സി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലേതോ ഒരു വോൾട്ടേജാണ് ഷോർട്ട്. ഇത് എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്താ വഴി? ഒന്നല്ലാന്നുണ്ടെങ്കിൽ റോ സിംപ്ലെക്സ് ആഡ് ചെയ്യാം, അതല്ലാണ്ടെങ്കിൽ തെർമൽ ക്യാമറയിൽ കൊണ്ടുപോയിട്ട് ഓൺ ആക്കിയിട്ട് വെക്കാം. ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഏതാ? നീ അല്ലേ തെർമൽ ക്യാമറ രാവിലെ വേണോ വിളിച്ചേ അല്ലേ? പിന്നെ തന്നെ രാവിലെ വിളിച്ച അല്ല, രാവിലെ ആരെന്നെ വിളിച്ചിരുന്നെ തെർമൽ ക്യാമറ ഏതാ നല്ലത് എന്ന് ചോദിച്ചിട്ട്. നിന്റെ ഇതുപോലെ കണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ എളുപ്പമുള്ള പരിപാടി തെർമൽ ക്യാമറയിൽ ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ തെർമൽ ക്യാമറ ഓൺ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് തെർമൽ ക്യാമറാൻ്റെ ഇമ്പോർട്ടൻ്റ് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതോടെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എത്രത്തോളമാണ് തെർമൽ ക്യാമറ നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഇപ്പം അറിയാൻ പറ്റും. തെർമൽ ക്യാമറ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ റോ സിംപ്ലെക്സ്. എങ്ങനെ ഷോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ലീക്കേജിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഷോർട്ട് എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും കേട്ടോ? ആ, ഞാൻ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇതാ സെക്കൻഡറി ഷോർട്ട് എന്ന് പറയുമ്പോൾ 200, 300, 400, 700, 1000 ഈ ജമ്പ്. നോർമൽ നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നതിനേക്കുമ്പോൾ നോർമൽ ഒരു സെറ്റ് ഓൺ ആകുന്ന റീഡിങ് ഇങ്ങനെയാണ് 0, 10, 20, 30 ഇങ്ങനെ കയറി പോലെ ഒരു സെറ്റ് ഓൺ ആകുമ്പോൾ. ഷോർട്ട് ആണെങ്കിൽ നമ്മൾ ഈ കൈ വെക്കുമ്പോൾ 0 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, നേരെ ജമ്പ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ 500 ആയിരിക്കും, ചിലപ്പോൾ 300 ആയിരിക്കും, ചിലപ്പോൾ 200 ആയിരിക്കും. ഇപ്പം നമുക്ക് ജമ്പ് ചെയ്ത് എത്രയാ? 2000 ആംബിയറാണ് ജമ്പ് ചെയ്ത്. ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ കൊടുത്തിട്ട് 1500 ആംബിയർ. മിക്കവാറും ഈ ഒരു ആംബിയറെല്ലാം എടുക്കുന്നുള്ളത് നാൻഡിലോട്ട് പോകുന്ന ലൈന് ഷോർട്ട് ആംഗിളാണ് കൂടുതൽ ഹൈ ആംബിയർ എടുത്തിട്ട് കിട്ടിയിട്ടുള്ളൂ. ചിലപ്പോൾ അതായിരിക്കാം. അപ്പോൾ എളുപ്പമുള്ള പരിപാടി ഒന്നല്ല തെർമൽ ക്യാമറ കണക്ട് ചെയ്യുക, അതല്ലാണ്ട് റോ സിംപ്ലെക്സ് ആഡ് ചെയ്യുക. രണ്ടിലും നോക്കാം. മാനുവലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. പക്ഷേ ഒരു മിക്കവാറും ഒരു അരമണിക്കൂർ 1 മണിക്കൂറിന് മേലെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വേണം. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര സമയം എടുക്കില്ല. ആകെ ഒരു 5 മിനിറ്റോടെ നമുക്ക് ഫൈൻഡ് ഔട്ട്. ഇപ്പം നമ്മൾ എത്ര സമയം ചെയ്യുന്നത്? കുറേ സമയമാ? എത്ര സമയം എടുത്ത്? ഇപ്പം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം എടുത്ത്? ഒരു 5 മിനിറ്റ്. അതതിൻ്റെ കുറേ സമയം. 5-10 മിനിറ്റ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ കിട്ടി? കംപ്ലൈൻറ്റ് എന്തെന്നുള്ളത് മനസ്സിലായി. അതിന് ഏത് സെക്ഷനിലാണ് ഉള്ളതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റ് ഓൺ ആക്കി എടുക്കാം. അപ്പം ഇത് താഴെ എറിഞ്ഞിട്ട് എന്താ പൊട്ടിച്ച കണ്ടീഷനാണ്. കണ്ടില്ല ബോർഡിൻ്റെ ഇതിൻ്റെ കണ്ടീഷൻ കണ്ടാലും അറിയാം. ഒന്നല്ലെങ്കിൽ എറിഞ്ഞ് പൊട്ടിച്ച സാധനമായിരിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് കണ്ടാലും അറിയാം. വീണിട്ട് പോയതാണ് എന്തായാലും. ഒന്നല്ല എറിഞ്ഞ് പൊട്ടി ചില വീണിട്ട് പോയതാണ്. അപ്പോൾ ആ കണ്ടീഷൻ ചിലപ്പോൾ ബോർഡ് ചിലപ്പോൾ CP ഷോർട്ട് ആയതും ആവാം.
ഉറപ്പിക്കാൻ പറ്റിയില്ല. ഏത് ലൈനിൽ ഷോർട്ട് വന്നു നിങ്ങളപ്പുറത്ത് സി പി ചെയ്യുമ്പോൾ കണ്ടില്ല 5 ആമ്പിയർ എടുക്കുന്നത്. സി പി ഷോർട്ട് ആയതുകൊണ്ടല്ല 5 ആമ്പിയർ എടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വെച്ചത് ഷോർട്ട് ആവാം, അല്ലെങ്കിൽ സെക്കൻഡറിയിലാണെങ്കിൽ ലെഡ് കയറി കുടുങ്ങിയത് കൊണ്ടാവാം. ഇതാണ് 5 ആമ്പിയർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, തെർമൽ ക്യാമറയിൽ ചെക്ക് ചെയ്ത് നോക്കാം. തെർമൽ ക്യാമറ ആദ്യം സെറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യം തെർമൽ ക്യാമറ സെറ്റ് ചെയ്യുക, ഒരു ബ്ലാക്ക് കളറായിട്ട് കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ നമുക്ക് ഷോട്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഈ ഒരു കണ്ടീഷനിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് വേണ്ടില്ല ഒരു കളർ വന്ന് ഇത് റൂമിൻ്റെ ടെമ്പറേച്ചറാണ് കാണിക്കുന്നത്. നമ്മൾ ടെമ്പറേച്ചർ വീണ്ടും എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് സെറ്റ് ഓൺ ചെയ്യുക. നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തെർമൽ ക്യാമറേൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് വെക്കാം. എടാ ചൂടാകുന്നതിന് എളുപ്പമാണ് ചിലതാ. ചൂടാകുന്ന പൊസിഷൻ കണ്ട ഇവിടെ ഇതാ ആ സെക്ഷൻ ഏതാ, നാൻഡ്. ഓഫ് ചെയ്യുമ്പോൾ അത് പോകട്ടോ, വേണ്ട. ഇപ്പം നാൻഡിൻ്റെ സെക്ഷനിലാണ് ഷോർട്ട്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഈ ഒരു പാത്ത്, ഈ ഒരു സെക്ഷൻ നമുക്കിതാ ഈ ഒരു പൊസിഷനിലാണ് ഷോർട്ട്. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, സ്റ്റിമാറ്റിക് എടുത്ത് നോക്കുക. ആ സെക്ഷനിൽ എത്ര വോൾട്ടേജ് ആണ് വരുന്നതിനുള്ളത് കാണാൻ പറ്റും. ഇതാ സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നമുക്ക് ഷോർട്ട് ലൊക്കേഷൻ കിട്ടി. ഈ ഒരു ഭാഗത്തിലാണ് ഷോർട്ട്, ഈ ഒരു സെക്ഷൻ. അപ്പോൾ ഇതിങ്ങനെയാണ് ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ കണ്ടില്ലേ, ഈ സെക്ഷനിലാണ് ഇപ്പോൾ ചൂടായത്. സൂം ചെയ്യുക, സൂം 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 സൂം. എന്നിട്ട് അവിടെ എത്ര വോൾട്ടേജ് വരുന്ന നോക്കാം. 2.625 വോൾട്ടേജ് ആണ് വരുന്നത്. നാൻഡ് വർക്ക് ചെയ്യാൻ പവർ ഐസിൻ്റെ അകത്തുനിന്ന്, പവർ ഐസി എവിടെ വരുന്നത്, ഇതാണ് പവർ ഐസി. ഈ പവർ ഐസിൻ്റെ അകത്തുനിന്ന് നാൻഡ് വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് വോൾട്ടേജ് ആണ് ആ പറയുന്ന വോൾട്ടേജ്. ആ ലൈനാണ് ഷോർട്ടായിട്ടുള്ളത്, മനസ്സിലായോ? പിന്നെ നമ്മൾ ജസ്റ്റ് എന്താ അറിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അവിടെ എന്തുണ്ട്, ഗമ്മുണ്ട്, കാണുന്നുണ്ടോ, ഒരു ഗ്ലൂ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബ്ലൈഡ് ഉപയോഗിച്ചിട്ട് ആ ഗ്ലൂ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. എന്നിട്ട് മൾട്ടിമീറ്ററിൽ ഷോർട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഹീറ്റാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് റിമൂവ് ആവും കേട്ടോ ഗമ്മ്. അപ്പം ഞാൻ അവിടെ തന്നെ മേലെ തന്നെയാണ് ചെയ്യുന്നത്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ചെക്ക് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടി, കണ്ടില്ലേ? ഇനി മൾട്ടിമീറ്റർ ഡയോഡ് മോഡിലൂടെ കണക്ട് ചെയ്തു. അത് ഫുൾ ഓപ്പൺ ആക്കുക. മൾട്ടിമീറ്റർ ഡയോഡ് മോഡ് ഇടാം, ഇട്ടില്ലേ? എന്താ കണ്ടീഷൻ മൾട്ടിമീറ്ററിൻ്റെ? 0.002 ഫുൾ ഷോർട്ട് കിട്ടിയല്ലോ. ഏത് ലൈനാണുള്ളത് മനസ്സിലായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഇത് എവിടെയെല്ലാം പോകുന്നുണ്ട് നോക്കാം. ഇതാ ഈ നാൻഡിൻ്റെ ചുറ്റുമുണ്ട് ഈ സാധനം. അപ്പോൾ ഇവിടെ എവിടെയാണ് ചൂടായത്, ഈ ഒരു സാധനം ചൂടായത് അല്ലേ? അതെടുത്തറ. ഈ നാൻഡിൻ്റെ അടി ഒന്നും കൂടി അടി. ഈ നാൻഡിൻ്റെ ചുറ്റുമുണ്ട് കപ്പാസിറ്റർ. പവർ ഐസിൻ്റെ അടുത്ത് കപ്പാസിറ്റർ ഉണ്ടാ? ഇല്ലല്ലോ. ആകെ ഉള്ളത് ഈ നാൻഡ് സ്റ്റോറേജ് ഐസിൻ്റെ ചുറ്റുഭാഗത്ത് കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഇതിലേതോ ഒരു കപ്പാസിറ്റർ ഷോർട്ട്. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കാണിക്കും, ഇതിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കാണിക്കും, ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കാണിക്കും, ചെക്ക് ചെയ്താലും ഷോർട്ട് കാണിക്കും. കാരണം എന്താ, ഇത് കണക്ട് ചെയ്തിട്ടുള്ള പോയിന്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കപ്പാസിറ്റി ഷോർട്ട് ആണെങ്കിൽ ഈ ഷോർട്ട് അവിടെ കയറും, മേലോട്ട് കയറും, ബാക്കിയുള്ള സെക്ഷൻ മൊത്തം എന്തായിട്ട് കാണിക്കും, ഷോർട്ടായിട്ട് കാണിക്കും. ഇതാ ആ പാത്തിലുള്ള എല്ലാ കപ്പാസിറ്ററും പോകുന്ന ലൈൻ ഉണ്ടല്ലോ, ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നു. അപ്പോൾ എത്ര കപ്പാസിറ്റി ഉണ്ടായില്ല, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. 18ൽ 2 ഇല്ല, 2 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാ, അത് നോ സ്റ്റെഫാണ്, സ്പെയർ ഉണ്ടാവില്ല. 16 കപ്പാസിറ്ററും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 16 കപ്പാസിറ്റർ എന്ത് കാണിക്കും, ഷോർട്ട് കാണിക്കും. അപ്പോൾ എളുപ്പമുള്ള പരിപാടി എന്താ, റോഷൻ ഫ്ലെക്സ് ആഡ് ചെയ്ത് നോക്കുക. എവിടെയാണ് ഹീറ്റാ, നമ്മൾ ഓൾറെഡി തെർമൽ ക്യാമറയിൽ നോക്കുമ്പോൾ കിട്ടിയ ചൂട് ഇവിടെയാണ്. അപ്പോൾ മിക്കവാറും ഒന്ന് ഇതോ ഏതോ ഒരു കപ്പാസിറ്ററാണ് ഷോർട്ട്. അപ്പോൾ എന്താ അവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗ്ലൂ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തേക്ക് മാത്രം എന്ത് ചെയ്യുക, റോഷൻ ഫ്ലെക്സ് ആഡ് ചെയ്യുക. ഒന്നും കൂടി എന്ത് ചെയ്യുക, സെറ്റ്
ഓൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഷോട്ട് കിട്ടും കേട്ടോ. ആദ്യം ഗ്ലൂ കട്ട് ചെയ്യാം. ഗ്ലൂ കട്ട് ചെയ്യുമ്പോൾ നല്ലത് ചെറിയ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇതിൽ ഏറ്റവും ചെറുത് ഉപയോഗിക്കാം. ഇതൊരു സാധനം ഗ്ലൂ കട്ട് ചെയ്യുമ്പോൾ 250 ഈറ്റ് സെറ്റ് ചെയ്യാം. കൂടുതൽ സെറ്റ് ചെയ്യാൻ പാടില്ല, മൾട്ടാവും. സെറ്റ് ചെയ്യുക. ഗ്ലൂ കട്ട് ചെയ്യുക. ഗ്ലൂ കട്ട് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ച് ചെയ്യാം, സ്ക്രാപ്പർ ഉപയോഗിച്ച് ചെയ്യാം, ഏത് വേണം ഉപയോഗിച്ച് ചെയ്യപ്പെടും. ഞാനിപ്പോൾ ചെയ്യുന്നത് ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഗ്ലൂ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈറ്റ് അടിക്കില്ലേ, ഈറ്റ് അടിക്കുമ്പോൾ ഇതിനൊരു പ്രശ്നമുണ്ട്. എന്താ, ഈ കാണുന്ന സാധനമെല്ലാം എന്താ പറഞ്ഞാൽ ഒരു സ്റ്റിക്കറാണ്, പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ഹീറ്റ് അടിക്കുമ്പോൾ ഇത് ഉരുകിപ്പോവും. അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം, ഈ സാധനം റിമൂവ് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് റിമൂവ് ആയിട്ട് വരില്ല, ഒരു ചെറിയൊരു പുടുത്തം ഉണ്ടാവും, കണ്ടില്ലേ. അപ്പോൾ ഇത് പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടിന്നർ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇതാ, എന്നിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിയുമ്പോൾ ഈ സാധനം എന്ത് ചെയ്യും, റിമൂവ് ആയിട്ട് വരും കേട്ടോ. ഉണ്ടാ എത്ര പെട്ടെന്ന് വന്ന് നോക്കിയാൽ. അല്ല നമ്മളിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ സാധനം വരത്തുള്ളൂ, എല്ലാം വരിയില്ല കേട്ടോ. ഗമ്മ് ഉണ്ടെങ്കിൽ എപ്പോൾ നമ്മൾ ഈറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗമ്മ് ആദ്യം റിമൂവ് ചെയ്ത് കളയണം കേട്ടോ. എന്തായാലും അത് അല്ല, അതിനെ ഓൺ ആക്കുന്നില്ല പ്രശ്നം. നോർമൽ നമ്മൾ മറ്റേ ഫോൺ ഓൺ ആക്കുന്ന പോലെ അല്ല ഇത്. സാധാരണ അത് നമ്മളൊരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ മറ്റേ ഫോൺ ഓൺ ആവും. ബാക്കിയുള്ള മോഡൽ 11 മേലോട്ട് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. കൈ അനങ്ങാണ്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഓൺ ആകത്തുള്ളൂ. കന്നുണ്ടാ അവിടെ മാത്രം റോഷൻ ഫ്ലെക്സ് ആഡ് ചെയ്യാം. ആയില്ലേ, കളർ മാറിയില്ലേ, നമ്മൾ സെറ്റ് ഓൺ ചെയ്യാം. ഇവിടെയാണ് പവർ കീ, ഇവിടെയാണ് നമ്മൾ റോഷൻ ആഡ് ചെയ്തത്. എവിടെയാണ് ആദ്യം മൾട്ടാന്ന് നോക്കുക കേട്ടോ. ഫസ്റ്റ് മൾട്ടാണ് കോമ്പോണൻസ്, അതാണ് ഷോർട്ട്. കിട്ടിയാ, ആ കപ്പാസിറ്ററാണ് ഷോർട്ട്. പിന്നെ ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണുള്ളതാണ് കണ്ടുപിടിക്കുക. കാരണം നമ്മളിത് മാറ്റിയിടണം, മനസ്സിലായാ. ഇതിൻ്റെ വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്നതാണ് കപ്പാസിറ്റർ. നമ്പർ കണ്ടല്ലോ, 3019. എത്രയാണ് വാല്യൂ വരുന്നത്, 15 UF. വോൾട്ടേജ് വരുന്നുള്ളത് 6.3. നമ്മുടെ കയ്യിൽ ഏത് ബോർഡാണോ ഉള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ 7 ഉണ്ട്, അല്ലെങ്കിൽ 7+ ഉണ്ട്. ഒരു 7+ ഉണ്ട് കയ്യിൽ. അപ്പോൾ എന്താ, ഇതിൻ്റെ സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്യാം. 7+ കോൾകോം ആണ് കേട്ടോ. 15 UF 6.3 വോൾട്ടേജ് ആണ് കേട്ടോ. ഇപ്പുറത്തെ വന്നിട്ട് ആ സൈഡ് കണ്ട, ആ സൈഡ് സെർച്ച് ചെയ്യാനൊരു ബാർ കണ്ട, അതേടെ അവിടെ വന്നിട്ട് ജസ്റ്റ് 15 UF അടിച്ചു കൊടുക്കാം. 15 UF എന്നിട്ട് സെർച്ച് ചെയ്യാം. വോൾട്ടേജ് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് കാണുന്ന കപ്പാസിറ്റർ കാണിച്ചരുതാ, 15 UF
6.3 വോൾട്ടേജ്. ഇനി എന്താ നമുക്ക് അറിയേണ്ടത്? ഈ ബോർഡിൽ ഇതേടെ ഉള്ളതിനെ കണ്ടുപിടിക്കണ്ടേ? ഈ ബോർഡിൽ നിന്ന് അത് എടുക്കണ്ടേ? അപ്പോൾ അതിൻ്റെ മേലെ ഒരു നമ്പർ വേണ്ട, ഈ നമ്പർ വേണ്ട, C18. ഇതിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മളിവിടെ വീണ്ടും നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും കാണിച്ചു തരും. 1825 സമയം സെയിം അല്ലേ? വീണ്ടും നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും കാണിച്ചു തരും. ഇഷ്ടം പോലെ ഇതുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഏടെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. കണ്ട ഇതിടെ മാർക്കായിട്ട് 1912 അല്ലേ? സെയിം അല്ലേ? ഇതിടെ റെഡ് കളർ കത്തിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ബോർഡിൽ ഹെഡ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടാ. ഇതാ നമ്മളെ ബൂസ്റ്റ് ഐസിൻ്റെ നേരെ മേലെ ഇതാണ് കപ്പാസിറ്റർ. അപ്പോൾ ഈ ബോർഡിൽ നിന്ന് എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ ബോർഡിൽ ഹെഡ് ഉള്ളതിന് കാണിച്ചു തരാം. സൈസ് ഡിഫറെൻ്റ് ഉണ്ടാവും. സൈസ് സൂചിപ്പിക്കുന്ന ഒരു ലൈനും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ താഴെ കാണുന്നില്ലേ, ഈ 0402 എഴുതിയിട്ടുണ്ടാ, അതാണ് സൈസ്. നമുക്ക് നേരത്തെ കിട്ടിയ സാധനം സെയിം ആണോ നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ ഷോർട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സാധനം എന്താ ഇതിൽ സൈസ് അടയാളപ്പെടുത്തിയിട്ടില്ല. ഏകദേശം ഒരു സൈസ് അതേപോലെ തന്നെ സൈസ് ആയിരിക്കും. സൈസും വ്യത്യാസം എന്നാൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജും അതേപോലെ തന്നെ അതിൻ്റെ വാല്യൂ ഇതാണ് നോക്കേണ്ടത്. പിന്നെ ടോളറൻസ് 20% ടോളറൻസ് എന്ന് പറഞ്ഞാൽ 20% എഴുതിയിട്ടുണ്ടാ, അത് ഈ വാല്യൂ 20% കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കാം. അത് നോക്കണ നിർബന്ധമൊന്നുമില്ല. നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ വോൾട്ടേജും അതേപോലെ തന്നെ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. അത് രണ്ട് സെയിം ആണ്, മനസ്സിലായാ? ഇനി ഇതെടുത്തിട്ടിടാം. ഈ ബോർഡിലായിട്ട് ഉള്ളതിനുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച്. കോൽക്കോമിൽ ബി സൈഡ് 1912 കപ്പാസിറ്റർ. നമ്മളെ ബോർഡിൽ, നമ്മളെ കയ്യിലുള്ള ബോർഡിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇതാ ഈ കാണുന്ന കപ്പാസിറ്ററാണ്. കണ്ടാ, ഈ കാണുന്ന കപ്പാസിറ്ററാണ് നമുക്ക് ആവശ്യമുള്ള കപ്പാസിറ്റർ. ഇത് ഏകദേശം കാണുമ്പോൾ സെയിം സൈസ് തന്നെ അല്ലേ? അത് എടുത്തതിന് ശേഷം നമ്മൾ എന്താ പറഞ്ഞാൽ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യണം. ഷോർട്ട് ഉണ്ടോ, വോൾട്ടേജ് നോക്കണ്ട, ഷോർട്ട് ഉണ്ടോ ലീക്കേജ് ഉണ്ടോ മാത്രം നോക്കിയാൽ മതി. ഇപ്പം ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്താ പറഞ്ഞാൽ ഇതൊന്ന് ഇത് റിമൂവ് ചെയ്യുക, എന്നിട്ട് ഷോർട്ട് പോകുന്നുണ്ടോ സെറ്റ് ഓൺ ആകുന്നുണ്ടോ നോക്കാം. ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് വെച്ചാൽ ഫുള്ള് ഗ്ലൂ കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ നേരത്തെ മേലൊന്ന് മാത്രമേ കട്ട് ചെയ്ത്, എന്തിനാ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി ഫുൾ ആ സൈഡ് ഫുൾ എന്ത് ചെയ്യുക, ഗ്ലൂ കട്ട് ചെയ്യുക, എന്നിട്ട് എന്താ റിമൂവ് ചെയ്യുക കേട്ടോ. റിമൂവ് ചെയ്ത് ഇനി മൾട്ടിമീറ്റർ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കാണിക്കും കേട്ടോ. മാറ്റി വെക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ലഡ് പിടിപ്പിക്കാം. പിന്നെ ക്യാമറമാൻ ആക്കിയാൽ എന്താ, നമുക്ക് ഇവനെ ക്യാമറമാൻ ആക്കിയാൽ എന്താ? അല്ലേ, നോർമൽ ഓക്കെ ആണ്. നമുക്ക് സെറ്റ് ഓൺ ആക്കി ചെക്ക് ചെയ്ത് നോക്കാം.
ഓൺ സെറ്റ് ഓണേ സ്ലാം. ആയിരത്തിന് മേലെ പോകും ബൂട്ടിങ് എടുക്കുമ്പോൾ. പിന്നെ അതിങ്ങനെ ഡൗൺ ആയിട്ട് വരും. 2000 കയറി. കുറഞ്ഞില്ലേ? 0 50 ഇടയിലാണ് കറക്റ്റ് ബോർഡ്. നമ്മളൊരു കപ്പാസിറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിൽക്കില്ല. 5 ആംപിയർ എടുക്കും. കപ്പാസിറ്റി നിർബന്ധമാണ് കേട്ടോ. ഇപ്പോൾ 100 സംതിങ്ങിലോട്ട് വന്ന് കാണുന്നില്ല. ക്യാമറ കംപ്ലൈൻ്റ് ഉണ്ട്. നമുക്ക് ശരിയാക്കിയാലോ? ഫോക്കസ് ഇല്ല. ഫോക്കസ് ഉണ്ടോ? എന്താ ഒരു ബ്ലർ പോലെയില്ലേ? ആ അയച്ചാല 100 90 കണ്ടാ കുറഞ്ഞിരുന്നാണ്ടാ. പ്രോപ്പർ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ 50-ൻ്റെയും 0-ൻ്റെ ഇടയിലായിരിക്കും കേട്ടോ നിൽക്കുന്നത് സ്ലിപ്പ് മോഡുല കേട്ടോ. മനസ്സിലായല്ലോ? ഇനി ആ കപ്പാസിറ്റി നമ്മൾ എന്ത് ചെയ്യാം? തിരിച്ചിടാം. കപ്പാസിറ്റി മനസ്സിലായിനാ? ഈ കാണുന്ന കപ്പാസിറ്റി കേട്ടോ. അതാദ്യം ഷോർട്ട് ഉണ്ടാകുന്ന നോക്കണം മൾട്ടിമീറ്ററിലെ ആ ട്രാക്കിൽ. 400 ഇപ്പുറത്തെ 0 ഓക്കെയാണ് കേട്ടോ. GR വാല്യൂ ഓക്കെയാണ്. അപ്പോൾ ഷോർട്ടില്ല. ഇനി അത് റിമൂവ് ചെയ്യാം. ആ കപ്പാസിറ്റിയിൽ ആൻഡ്രോയിഡ് ഐഫോണിലത്തൊന്നും ഇല്ലല്ലോ. അത് നമ്മളിപ്പോൾ അതിൻ്റെ വാല്യൂ അവിടെ നോക്കാം. ആ വാല്യൂ വേറെ ബോർഡിൽ ആഡ് ഉള്ള എസ്റ്റിമാറ്റിക് എടുത്ത് നോക്കാം. ജസ്റ്റ് ഫ്ലെക്സ് ആഡ് ചെയ്യുക. കപ്പാസിറ്റി കൊണ്ടുപോയിട്ട് വെക്കുക. സൈസ് ഏകദേശം സെയിം അല്ല? ഇതിൽ പെട്ടെന്ന് പിടിക്കും. കാരണം നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് 138-ൻ്റെ PPD ആയതുകൊണ്ട് ചെറിയൊരു ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്താ പറഞ്ഞാൽ ഇത് പെട്ടെന്ന് കയറി പിടിച്ചോളും. നമ്മളെന്തിനാണ് 138 ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം ഹീറ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ബോർഡ് ലെയറാണ്. ചിലപ്പോൾ ബോർഡ് വീണ്ടും എന്താ റീബോൾ ചെയ്തിടേണ്ടി വരും. അതുകൊണ്ട് സിമ്പിളാണ്. 138 ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ഹീറ്റ് കുറേ കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ഹീറ്റ് കൊടുത്താൽ മതി. പെട്ടെന്ന് എന്ത് ചെയ്യും? റിമൂവ് ആയി കിട്ടും, ഫിക്സ് ആയി കിട്ടും. ഫിക്സ് ചെയ്യാൻ വെക്കുന്ന ഹീറ്റ് 320-70 കേട്ടോ. വേണമെങ്കിൽ നമ്മളെ ഇതിൽ തന്നെ വെക്കാം. സോൾഡറിങ് ആണില്ലേ? സോൾഡറിങ് ആണെങ്കിലും വെക്കാൻ പറ്റും. ആ മേലെന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുമ്പോൾ തന്നെ മൾട്ടായി കിട്ടും. ഓക്കെ. ഇത്ര പെട്ടെന്ന് പിടിച്ചതിൻ്റെ കാരണം 138 PPD ഇട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് പിടിക്കില്ല.
നോക്കണം അതിൽ. കൈ അനങ്ങാൻ പാടില്ല. നമ്മൾ ആ ഫസ്റ്റ് ബൂട്ട് 90 പോയി, പിന്നെ 140 പോയി. ആടുന്ന് കൈ അനങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും 0 വരും. മനസ്സിലായി? കൈ അനങ്ങുന്നതാണ് എൻ്റെ. അവിടുന്ന് റിട്ടേൺ വരും 0. നീ ഇങ്ങനെ ഫസ്റ്റ് ബൂട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ചിലപ്പോൾ കൈ അനങ്ങിയിട്ടുണ്ടാവും. ജസ്റ്റ് അനങ്ങിയാൽ മതി, പിന്നെ ആ ബൂട്ടാവില്ല. ആ ഫസ്റ്റ് ബൂട്ട് 90, പിന്നെ 140. 140 കൈ അനങ്ങാൻ പാടില്ല. 140 ട്രിഗർ ആയിക്കഴിഞ്ഞാൽ പിന്നെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഓക്കെ. അത് ഈ 11 മേലോട്ട് എല്ലാ ബോർഡും 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. 11 താഴോട്ട് 3 സെക്കൻഡ് മതി ഹോൾഡ് ചെയ്താൽ. ഞാൻ എൻ്റെ ആദ്യം ചെയ്യണ്ട. ഓണാക്കിയിട്ട് ചെക്ക് ചെയ്യ്. അത് ഓണാക്കിയില്ലേ? ലെയറല്ല, അല്ലാണ്ട് തന്നെ ചെയ്യാം ഫസ്റ്റ്. ഓക്കെ. ഇനി നമ്മളെ വെച്ച സാധനം ഉണ്ടല്ലോ, അത് ഷോർട്ട് ഉണ്ടാകാൻ നോക്കണം കേട്ടോ. ചിലപ്പോൾ ബോർഡിൽ വെച്ചിട്ട് നമ്മൾ ഷോർട്ട് ആവലുണ്ട് ചിലത്. വെച്ചത് ഫിക്സ്ഡ്. മൾട്ടിമീറ്ററിൽ ഷോർട്ട് ഉണ്ടാകാൻ നോക്കിയാൽ. ഓക്കെ സെറ്റ്. ഇനി ഫിക്സ് ചെയ്യാം. പക്ഷേ ഇതിൽ ഡിസ്പ്ലേ പോയതുകൊണ്ട് എന്തെയില്ല, സെറ്റ് ഓൺ ആയതൊന്നും വരില്ല കേട്ടോ. അതുകൊണ്ട് ഡിസ്പ്ലേ നോക്കാതെ അത് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തില്ലേ, അതേപോലെ കറക്റ്റ് നോക്കിയിട്ട് ഇരുത്തിയിട്ട് ഫിക്സ് ചെയ്താൽ മതി. ഇതിൻ്റെ സ്ട്രിപ്പെല്ലാം കറക്റ്റ് നോക്കണം. സ്ട്രിപ്പ് എടെങ്കിൽ ബെൻഡായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലെന്ത് ചെയ്യേണ്ട, സ്ട്രിപ്പ് മാറ്റേണ്ടി വരും. ഇങ്ങനെ ഉള്ളിലോട്ട് കൊണ്ടുപോവാം. എന്നിട്ട് പറഞ്ഞ് മനസ്സിലായാ? മിഞ്ഞാന്ന് ചെയ്തെന്നറിയോ? എന്താ ചെയ്തേ മിഞ്ഞാന്ന്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാക്ക് ചെയ്ത് അല്ല, രണ്ടാമത് വെച്ചിട്ടാൽ വലിയ പ്രശ്നം പറ്റിയ. ആ ഫസ്റ്റ് പാക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നോക്കിയില്ലെങ്കിൽ രണ്ടാമത്തെ ആ പ്രശ്നം വരില്ലായിരുന്നു. ഫസ്റ്റ് പാക്ക് ചെയ്യുന്ന നമ്മളെല്ലാം നോക്കിയിട്ട് ബുക്ക് പാക്ക് ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ എന്താണ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. ക്യാമറ വരുന്നുണ്ടാ, ബാഗ് ഇത് വരുന്നുണ്ടാ, ഇയർ സ്പീക്കർ ഓക്കെ ആണോ, റിങ്ങർ ഓക്കെ ആണോ, എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫൈനലി ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാണ്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിമൂവ് ചെയ്യുന്ന സമയത്താണ് അടുത്ത കംപ്ലൈൻറ്റ് വരുന്നത്. നമ്മൾ വിചാരിക്കാത്ത കംപ്ലൈൻറ്റ് ആയിരിക്കും അടുത്തത്. അതുകൊണ്ട് ആദ്യം ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി കേട്ടാ. ഫോൾട്ടൊന്നുമല്ല, അത് ഫസ്റ്റ് ഉണ്ടാവും എല്ലാവർക്കും. ഈ പണി പെടുമ്പാണ് പഠിക്കുന്നത്, അല്ലാണ്ട് പണി അടിക്കില്ല. ഈ ഫീൽഡിൽ പണി പഠിക്കണമെന്നുണ്ടെങ്കിൽ പെടുന്ന പറഞ്ഞാൽ പണി കിട്ടണം. അപ്പോഴാണ് പണി പഠിക്കുന്നത് കേട്ടാ. നമ്മൾ അയച്ച സ്ക്രൂ അതേപോലെ ഇടാം. ഒരെണ്ണം ഇടുന്ന അയച്ചത്. പിന്നെ സ്ക്രൂ ഇടുന്ന സമയത്ത് തന്നെ എന്താ മാറാൻ പാടില്ല കേട്ടോ. ചില ആൾ എന്താ പറഞ്ഞാൽ ചെറിയ സ്ക്രൂ വലുതിട്ട് വലിയ എടുത്തുകൊണ്ട് ചെറുതിടും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ സ്ക്രൂ ഹോൾ ഉണ്ട്. ഇതെല്ലാം സ്ക്രൂ ഹോളാണ്, കണ്ടില്ലേ? ഇതിപ്പോൾ നീറ്റായിട്ടുള്ള ഇതിൻ്റെ അപ്പുറത്തുള്ള സാധനം കണ്ട, ചെറിയ തോതിലൊരു ഇതായിട്ടുണ്ട. ഇത് ഡിഫറെൻ്റ് മനസ്സിലായാ? ഓക്കെ, ഇത് നോക്കിയാൽ കുറച്ച് വലിയ സ്ക്രൂ ഇട്ട് തിരിച്ച പോലെ ഫീൽ ഇല്ലേ? അങ്ങനെ അത് ചിലപ്പോൾ ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബോർഡ് എന്താവും, തുളച്ചിട്ട് അപ്പുറത്തല്ല വരും. അപ്പോൾ സ്ക്രൂ അയക്കുമ്പോൾ നോക്കണം അത് എവിടുന്നാണ് അയച്ചത്, അതേപോലെ ഇടണം, മാറാൻ പാടില്ല. ചെറുത് വലുത് ഇങ്ങനെ ഇത് വരുന്നത്. ഒരേ സൈസിലുള്ള സ്ക്രൂ വരില്ല ആൻഡ്രോയിഡിനെ പോലെ. ഐഫോണിൽ ചെറുതുണ്ടാവും വലുതുണ്ടാവും, അതിന് ചെറുതാണ് അതിന് വലുതുണ്ടാവും. അപ്പോൾ കറക്റ്റ് നോക്കിയിട്ട് ഇടണം കേട്ടോ. ഒരു സ്ക്രൂ ഇട്ട് രണ്ടാമത് സ്ക്രൂവിന് നമ്മൾ ഇട നയിച്ചത് ഒരു വലിയൊരു സ്ക്രൂ. അതും ഇട്ട് പിന്നെ ബോർഡ് നമ്മൾ സ്ക്രൂ അയച്ചിട്ടുണ്ടോ? ഇല്ല, ബോർഡിലാകെ 2 സ്ക്രൂ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മൾ അയച്ചത് എന്താ,
ഷീൽഡാണ്, സോറി ഷീൽഡാണിത്. അപ്പോൾ ഇതിൽ ഒരു സ്ക്രൂ ഇതിൽ തന്നെ ബാക്കിയുണ്ട്. ഇതാ നോക്കിയാൽ മതി. ഇതാണ്ടാ ഒരു സ്ക്രൂ തന്നെ ബാക്കിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിയുടെ ഉള്ളിലോട്ട് പോകാനുള്ള സ്ക്രൂ അത് ഇടാ വലിയ സ്ക്രൂ ആണ് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു വലിയ സ്ക്രൂ അതിൽ തന്നെ ബാക്കിയുണ്ട് കേട്ടോ. കറക്റ്റ് ഇട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാക്ക് ആയിക്കോണം. പാക്ക് ആക്കുന്നതിനേക്കാളും മുമ്പ് ഞാൻ പറഞ്ഞു എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മുടെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇതിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷോപ്പ് വർക്കാണ്. ഷോപ്പ് വർക്ക് പറയുമ്പോൾ സെക്കൻഡ് ഹാൻഡ് സെറ്റ് സെല് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു പുറത്തുനിന്ന് അറിയുമ്പോൾ ഇത് ഫുള്ള് ചെറിയ പൈസയൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. വാങ്ങിയിട്ട് എന്ത് ചെയ്യും, ഫുള്ള് സെറ്റാക്കിയിട്ട് കൊണ്ടുപോയിട്ട് വലിയ പൈസക്ക് വെക്കും. ഡിസ്പ്ലേ മാറും, ഇതിൻ്റെ ബാക്ക് ചിലപ്പോൾ ബാക്ക് ഗ്ലാസ് മാറും, അല്ലെങ്കിൽ ഇതിൻ്റെ ഹൗസിങ് മൊത്തം മാറും. കാരണം ഇത് ഇവിടെ ബെൻഡ് ഉണ്ട്, ഇതാ ഇവിടെ കട്ടായിട്ടുണ്ട്, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, അതിവിടെ ഒരു കട്ടിങ് ഉണ്ട്. വേണ്ടാ കട്ടായിട്ടുണ്ടാ ഇതാ വേണ്ടാ കട്ടായിട്ട് ഇവിടെ കട്ടായിട്ട്. അപ്പോൾ ഇത് മൊത്തം മാറും, ഹൗസിങ് മൊത്തം മാറും. മാറിയിട്ടായിട്ട് നല്ലൊരു പൈസ കൊണ്ടുപോയിട്ട് വെക്കും. സെക്കൻഡ് ഹാൻഡ് കച്ചവടമാണ് ഏറ്റവും ലാഭമുള്ള പരിപാടി. സർവീസിനേക്കാളും ലാഭമുള്ളത് സെക്കൻഡ് ഹാൻഡ് കച്ചവടമാണ്. ഒരു സെറ്റ് എങ്ങനെ ഐഫോൺ വെക്കുമ്പോൾ ഒരു 3,000-4,500 രൂപ കിസക്ക് വരും, അല്ലെങ്കിൽ 5,000 രൂപ എങ്ങനെ കണ്ണിമീറ്റ് കിസക്ക് വരും വലിയ ഫോൺ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഗൾഫിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് വാങ്ങിയിട്ട് വരും, ഇവിടെ വന്നിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ടിക്കറ്റിന് പൈസയാക്കൽ എങ്ങനെ അറിയോ, ഒരു 4-5 ഐഫോൺ അടുത്ത് വാങ്ങിയിട്ട് കിസലിട്ടിട്ട് വരും. ഇവിടെ വന്നിട്ട് സെക്കൻഡ് ഹാൻഡ് കച്ചവടമൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കും. അപ്പോൾ ആ ടിക്കറ്റിൻ്റെ പൈസയുടെ സോൾവ്. ഒരു സെറ്റിന് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 6,000 കിട്ടും. 4 സെറ്റ് വരുമ്പോൾ എത്ര പൈസയായി, 24,000 രൂപ. ആ ടിക്കറ്റിൻ്റെ പൈസയുടെ ഓക്കെ. അങ്ങനെ വരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാൻഡാണ് ഏറ്റവും പ്രോഫിറ്റ് ഉള്ള പരിപാടി. സർവീസിനേക്കാളും പ്രോഫിറ്റ് സെക്കൻഡ് ഹാൻഡിനാണ്. സംഭവം ഒക്കെ ആണല്ലോ. സെറ്റ് ചെയ്യുന്ന മനസ്സിലായില്ലേ? ഇനിയൊരു ഫോണുണ്ട്, ഇന്ന് ചെയ്യണ നാളെ ചെയ്യാം. നീ വയ്ക്കും, അവർ പഠിക്കാൻ വന്ന ആൾക്കാർ പറയണ്ടേ. ഇല്ലടാ ഒരാഴ്ചയൊക്കെ വരുന്നല്ലോ, നമുക്ക് അങ്ങനെ പഠിക്കാനൊന്നുമില്ല. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് 0 റിമൈനിങ്. ചാർജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് 0 തന്നെ നിൽക്കും, ഒരു കംപ്ലൈൻറ്റ്. രണ്ടാമത്തെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നുള്ളത് എന്തോ ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞല്ലോ, 3 കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ 2 കംപ്ലൈൻറ്റ് ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലൈൻറ്റ് എന്തോ ബാക്കി റിങ്ങർ വർക്കാവുന്ന കംപ്ലൈൻറ്റ്. 2 കംപ്ലൈൻറ്റ് 3 കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് സിം ഇട്ട് അടുക്കില്ല, നോ സർവീസ് ആയിരുന്നു, അത് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി 2 കംപ്ലൈൻറ്റ് ഇതിനകത്തുണ്ട്, അത് 2 സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇരിക്കുന്നുണ്ടെങ്കിൽ നോക്കാം. സമയം ആയിട്ടാലോ, 12 മണി എത്ര. അപ്പോൾ ഇത് പാക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഇതിൽ തുടങ്ങാം കേട്ടോ. സെറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി പഠിക്കും. പിന്നെ നിങ്ങൾ അപ്പുറത്ത് വെച്ച് ചെയ്യണം കേട്ടോ, വെറുതെ പഠിക്കില്ല.